വെണ്ടക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു തോരന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10-20 വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാതും ഞാൻ ഈ രീതിയിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വല്ലാതെ ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയേ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗം ഈ രീതിയിൽ ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. നമുക്ക് ആദ്യം നടുവിൽ മാത്രം ഒന്ന് ഇങ്ങനെ ചിക്കി എടുത്താൽ മതിയേ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ വെണ്ടക്ക മുട്ടത്തോരൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, സ്വന്തമായിട്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നമ്മുടെ വെണ്ടക്ക മുട്ടത്തോരൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. വെണ്ടക്ക ഇഷ്ടപ്പെടാത്തവർ പോലും ഈ രീതിയിൽ കൊടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.